ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വീട്ടിലേക്ക് ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ടുള്ള നല്ല സോഫ്റ്റി ആയിട്ടുള്ള പൊറോട്ട എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. അധികം ടൈം കുഴച്ചെടുക്കേണ്ട ആവശ്യവും വീശിയടിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നാൽ നല്ല ലെയറോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് 1 കപ്പ് നിറയെ ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര ചോറാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം, സാധാ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചോറ് അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, വെള്ളം കൂടി പോവരുത്. നമുക്ക് അരഞ്ഞു കിട്ടാനുള്ള പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. കട്ടയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് കുറച്ചായിട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പൊറോട്ടയുടെ ഒക്കെ ഒരു ഡോ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ആയി കിട്ടുന്നത് വരെ നമുക്ക് കുറച്ചായിട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ മൈദയിൽ ആയിരിക്കും ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ മൈദ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ല ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ വേണം ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ. നമ്മൾ സാധാ ചപ്പാത്തിക്കും പത്തിരിക്കൊന്നും റെഡിയാക്കി എടുക്കുന്ന പോലെയല്ല കേട്ടോ. ഉണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ആക്കി എടുത്താൽ മതി. ഈ ഒരു പാകത്തിന് വരുന്നത് വരെ ഒന്ന് പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവർ ടൈം ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല ലൂസിലുള്ള ഒരു മാവാണ് കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ നല്ലതുപോലെ തന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഓവറായിട്ട് ഒട്ടിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകി വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അതല്ലെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ സ്പ്രെഡാക്കിയിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മാവെടുത്തിട്ട് വലിയ സൈസിലുള്ള ഒരു ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയിട്ട് ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ പലകയിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും എടുത്തിട്ട് നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ എത്രത്തോളം തിന്നാക്കിയിട്ട് പരത്താൻ പറ്റുമോ ആ ഒരു രീതിയിൽ തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പം മൈദ ആയതുകൊണ്ട് പൊട്ടിപ്പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഓയിലായാലും നെയ്യായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് നമുക്ക് ആ ഒരു പൊറോട്ടയ്ക്ക് നല്ല ലെയറ് കിട്ടാനുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഓയിൽ സ്പ്രെഡാക്കി കഴിഞ്ഞിട്ട് കുറച്ച് മൈദയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഒരു ഭാഗത്ത് നിന്നും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ആ ഒരു ഫോൾഡ് ചെയ്തെടുത്ത ഭാഗത്തും കുറച്ച് ഓയിലും മൈദയും കൂടെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ മൈദയും ഓയിലും കൂടെ കുറച്ചിട്ട് സ്പ്രെഡാക്കിയിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, 4 ഭാഗത്തൊന്നും മടക്കിയെടുത്താൽ ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് മാറും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഓവർ തിന്നാക്കിയിട്ട് പരത്തേണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഉണ്ടല്ലോ, ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ലെയറായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് നമുക്ക് ഈ പൊറോട്ടയ്ക്ക് നല്ല ലെയർ ഉണ്ടാവുക. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു രൂപത്തിൽ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഒന്നും കൂടെ ആ ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓവർ മൈദയും ഓവർ പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മുഴുവനായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കുന്നുണ്ട്. അപ്പോൾ നെയ്യോ ബട്ടറോ സൺഫ്ലവർ ഓയിൽ, ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് വേണം ഉപയോഗിക്കാൻ. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്.
എന്നിട്ട് നമുക്ക് ഓരോ പത്തിരിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ ഭാഗം കൂടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഓവർ ടൈം വെച്ച് കൊടുക്കേണ്ട കേട്ടോ, അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മാറും. അപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ കാണുന്നുണ്ടാവും നല്ല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വലിയ തവയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 3 4 ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ടാണ് ഒന്ന് മാത്രമേ ചുട്ടെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ വലിയ പാനൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിനെ വെച്ചെടുക്കാം. കണ്ടല്ലോ ഇപ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ടാവും നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ആ ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചോറുകൊണ്ടായതുകൊണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. എത്ര നേരം വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ നമ്മൾ കോഴിമുട്ട ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിലേക്ക്. നമ്മൾ സാധാരണ നമ്മൾ പൊറോട്ട ചെയ്തെടുക്കുമ്പോൾ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കാറ്. പക്ഷേ ഇതിലേക്ക് ചോറായതുകൊണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉണ്ടല്ലോ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്കിനി മുഴുവനായിട്ട് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് ചോറ് വെച്ചിട്ട് എനിക്കിപ്പോൾ 5 പൊറാട്ടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് എണ്ണത്തിലൊക്കെ മാറ്റം വരും. കണ്ടല്ലോ നല്ല ലെയറായിട്ട് തന്നെ ഉണ്ട്. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ടയാണ് കേട്ടോ. സാധാ പൊറാട്ട കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിപ്പോൾ എൻ്റെ മോന് ചുട്ടതാണ് കേട്ടോ. അതെണ്ണ അതിൻ്റെ ഭാഗം ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചോറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് ഇത് ചോറുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല. ഇതിലേക്ക് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് തനിയെ കഴിക്കാനോ ചൂടോട് കൂടി തന്നെ തനിയെ കഴിക്കാനോ നല്ല ടേസ്റ്റാണ്. ആ ഒരു നെയ്യും മൈദയൊക്കെ അല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇനിയിപ്പോൾ ചോറൊക്കെ ബാക്കി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കുകയാണെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും നഷ്ടപ്പെടില്ല കേട്ടോ. എപ്പോഴും ഈ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഉണ്ടല്ലോ നല്ല ലെയറായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ പീശി അടിക്കേണ്ടയും പരത്തേണ്ടയും ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ചോറൊക്കെ നമ്മൾ വീട്ടിൽ ബാക്കിയാകാറല്ലേ. ഇനിയിപ്പോൾ ടെൻഷനും വേണ്ട. ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.